ശബ്ദങ്ങളുടെ മഹാപ്രളയത്തിന് നടുവിലാണ് മനുഷ്യൻ. എങ്ങും ആക്രോശങ്ങൾ, അലർച്ചകൾ, അട്ടഹാസങ്ങൾ, ചുറ്റിലും അവസാനിക്കാത്ത ചർച്ചകൾ, വാഗ്വാദങ്ങൾ, പരിഹാസങ്ങൾ. എങ്ങോട്ടു തിരിഞ്ഞാലും കാതടപ്പിക്കുന്ന സംഗീതം, അശ്ലീലം, ആഭാസങ്ങളുടെ പുതിയ ശബ്ദങ്ങൾ. അസത്യത്തിന്റെ മായം കലർന്ന ശബ്ദങ്ങൾ മനുഷ്യനെ അന്ധവിശ്വാസിയാക്കിയിരിക്കുന്നു. അശ്ലീലതയുടെ നഗ്നശബ്ദങ്ങൾ അവന്റെ സ്വപ്നങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെ ശബ്ദശകലങ്ങൾ അവനെ അക്രമകാരിയാക്കിയിരിക്കുന്നു. അതെ, ഈ ശബ്ദപേമാരികൾക്കിടയിൽ അവൻ ബധിരനാക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവന്റെ ഹൃദയം കാതോർക്കുന്നുണ്ട് പുതിയൊരു ശബ്ദത്തിനായി, ഉയിരിന്റെ ഉണർത്തുപാട്ടിനായി. ചരിത്രത്തിൽ ചില ശബ്ദങ്ങളുണ്ടായിരുന്നു. സത്യത്തിന്റെ ശബ്ദങ്ങൾ, സമാധാനത്തിന്റെ ശബ്ദങ്ങൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു ജനതയെ സത്യത്തിലേക്ക് വിളിച്ച നൂഹ് നബിയുടെ ശബ്ദം. അസ്തമിക്കുന്ന വാനലോകത്തെ ചൂണ്ടി അസ്തമിക്കാത്ത ദൈവത്തെ പഠിപ്പിച്ച ആദർശപിതാവ് ഇബ്രാഹിം നബിയുടെ ശബ്ദം. അനർഹമായ സർവ്വസൗന്ദര്യങ്ങളോടും മുഖം തിരിച്ച സുന്ദരനായ യൂസുഫ് നബിയുടെ ശബ്ദം. നൈലിന്റെ തീരത്തെ പീഡിതരുടെ കൈകളിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ കരുത്തനായ മൂസാ നബിയുടെ ശബ്ദം. പരിശുദ്ധനായി ജനിച്ച്, പരിശുദ്ധനായി ജീവിച്ച്, പരിശുദ്ധനായി ഉയർത്തപ്പെട്ട മറിയമിന്റെ മകൻ ഈസാ നബിയുടെ ശബ്ദം. ആട്ടിപ്പായിച്ച ജനതയ്ക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ശബ്ദം. അതെ, ഇവരുടെ ശബ്ദങ്ങൾ ഒന്നായിരുന്നു. മനുഷ്യന്റെ ശുദ്ധപ്രകൃതിയുടേതായിരുന്നു, സത്യത്തിൻ്റെതായിരുന്നു, സമാധാനത്തിൻ്റെതായിരുന്നു. ഈ ശബ്ദങ്ങൾ തലമുറകളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകാനുചരന്മാരിലൂടെ, സത്യത്തിന്റെ പണ്ഡിതന്മാരിലൂടെ, നവോത്ഥാന നായകന്മാരിലൂടെ. ഈ ശബ്ദങ്ങളാണ് മനുഷ്യകുലത്തെ ഐക്യപ്പെടുത്തിയത്, അസത്യത്തിന്റെ നിശബ്ദതയ്ക്കുമേൽ പ്രകമ്പനം സൃഷ്ടിച്ചത്, പൗരോഹിത്യത്തിനുമേൽ ഇടിനാദമായി പെയ്തിറങ്ങിയത്, അവഗണിക്കപ്പെട്ടവന്റെ ശബ്ദമായി പ്രതിധ്വനിച്ചത്, നിരാലംബരുടെ കണ്ണീർ തുടച്ചത്, പാവപ്പെട്ടവന്റെ ഭക്ഷണമായത്, അനാഥകളുടെ താരാട്ടുപാട്ടായത്. സത്യത്തിന്റെ, സമാധാനത്തിന്റെ ഈ ശബ്ദപ്രയാണം തുടരുക തന്നെ ചെയ്യും, അതേ ആവൃത്തിയിൽ, അതേ വേഗതയിൽ. ഇതാ ഇവിടെ സമാധാനത്തിന്റെ ശബ്ദം പ്രവഹിക്കപ്പെടുന്നു. ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ മുഴങ്ങിക്കേട്ട അതേ ശബ്ദം വളച്ചൊടിക്കാതെ, വക്രീകരിക്കപ്പെടാതെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ. പീസ് റേഡിയോ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. വരൂ, നമുക്ക് കാതോർക്കാം പുതിയ കാലത്തിന്റെ കരുത്താർന്ന ശബ്ദത്തിനായി.